ഇതാണോ ചങ്ങല വരട്ടി ചെടി? ചങ്ങല വരട്ടിയല്ല, കലം പൊട്ടി എന്ന് പറഞ്ഞത്. കലം ഇത് എവിടെ കിട്ടിയത്? അവിടെ റോഡിന്റെ സൈഡിൽ കിടന്നു. ഇതാരെങ്കിലും വണ്ടിക്കാരെല്ലാം എന്തെങ്കിലും വീടായിരിക്കും. ഇത് കലം പൊട്ടി. ഇത് നമുക്ക് നമ്മളെ തോട്ടുവരമ്പത്തും പാടത്തും ഒക്കെ കിടക്കുന്നു. അച്ഛൻ കൊണ്ട് കാണിച്ചു തരാം കേട്ടോ. എന്നാ പോട്ട് വരാം, വാ. ഇതാണ് ഈ പറഞ്ഞ ഈ സസ്യം, കലംപൊട്ടി എന്ന് പറഞ്ഞ. അല്ലാതെ ചങ്ങല വരട്ടി എന്നുള്ളതല്ല ഇതിന്റെ പേര്, മനസ്സിലായി? അപ്പോൾ ഇത് ഈ തോട്ടുപറമ്പത്തും ഇങ്ങനെ പറമ്പിലൊക്കെ ആളുകളിച്ച പറമ്പിലൊക്കെ ധാരാളം കണ്ടുവരുന്നൊരു സാധനം. നമ്മൾ സ്കൂളിലൊക്കെ പോകുന്നിടത്ത് ഇതിന്റെ പഴമൊക്കെ വെച്ച് കഴിക്കും. നല്ല ടേസ്റ്റ് വരും ഇതിന്റെ പഴം. ഇത് പഴം കഴിച്ചിട്ട് ഇതിന് വേറെ പ്രത്യേകതയുണ്ട്. നമ്മൾ ഉണ്ടാകണ്ട ഇതിന്റെ ഈ പേര് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ വിത്തും പഴമൊക്കെ ഒരു ചെറിയ കലത്തിന്റെ ഷേപ്പ് പോലെ തോന്നില്ല, കണ്ട? അത് കലത്തിന്റെ ഷേപ്പ് ആയതുകൊണ്ടാണ് ഇതിന് കലംപൊട്ടി എന്ന പേര് വന്നത്. ഇത് വിത്ത് ഇത് പാകമാകുമ്പോഴത്തേന് ഇത് പിന്നെ ഈ വിത്ത് തനിയെ പൊട്ടിയിട്ടാണ് ഇതിന്റെ വിത്ത് വിതരണമൊക്കെ നടക്കുന്നത്. അവിടെ വീണിട്ട് വീണ്ടും അടുത്ത ചെടികളൊക്കെ കിളിയും. അതുകൊണ്ടാണ് ഇതിന് കലംപൊട്ടി എന്ന പേര് വരാൻ കാര്യം. പിന്നെ ഇതിന് ഉള്ള പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ മാജിക്ക് പഴമെന്ന് പിള്ളേരുടെ ഇടയിൽ പറയുന്നൊരു പേരുണ്ടായിരുന്നു. അത് പിന്നെ കഴിക്കുമ്പോഴത്തേന്ന് പറഞ്ഞാൽ അത് പിന്നെ അങ്ങനെ പേര് വരാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിയാത്ത വ്യക്തിയും കഴിയില്ല. നമ്മൾ തിരിഞ്ഞ് ഇനി പഴം വായിലിട്ട് ഇച്ചിരി ചവയ്ക്കുമ്പോഴത്തേന് വാ മൊത്തം ഭയങ്കര നീല കളറായിരിക്കും. നല്ല അത് കഴിയാൽ പെട്ടെന്ന് പോത്തേന്നുണ്ട്, കുറച്ച് കഴിയും. ആ നീല കളറിന്റെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല്ലുവേദനയ്ക്ക് നല്ലതെന്നാണ് പറഞ്ഞത്. ഈ പഴം കഴിക്കുന്നത് പല്ലുവേദന, ഈ നീല കളർ അത് നമ്മുടെ പല്ലിന്റെ അടുത്ത് പറ്റി പിടിച്ചിരുന്നിട്ടായിരിക്കും അതിന്റെ മരുന്നായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഇത് പല്ലുവേദനയ്ക്ക് ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. ഇത് പിന്നെ നല്ല നല്ല ടേസ്റ്റാണ്, എല്ലാം ഉണ്ട്. ഇപ്പൊ ഈ ഇപ്പോഴത്തെ കൊച്ചുങ്ങൾക്കൊന്നും ഇത് അറിയത്തില്ല. അപ്പോൾ ഇത് നമ്മളെ പാടത്തും പറമ്പത്തും ഒരുപാടുണ്ട്. ആയുർവേദത്തിലൊക്കെ പല കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനം. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ മരം. ഇതിന്റെ ഹൈബ്രിഡ് സാധനം ഇപ്പൊ പല വീടുകളിലും നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഹൈബ്രിഡ് സാധനം, ഇതിന്റെ പൂ കണ്ടില്ലേ? ഇപ്പൊ ചില വീടുകളിൽ ഭയങ്കര വയലറ്റ് ആയിട്ട് ഇതേ ഇലയിൽ നിൽക്കുന്നത്, അത് ഇതിന് ഉണ്ടാക്കിയ ഹൈബ്രിഡ് സാധനം. അതിപ്പോ അലങ്കാര ചെടികളായിട്ട് പല വീടുകളിലും ഉപയോഗിക്കുന്നു. ഇതിന് പണ്ട് പറയുന്ന കദളി സസ്യം, കലംപൊട്ടി, അതിരാണി, അങ്ങനെ കുറെ പേരുകളുണ്ട്. നമ്മൾ ഈ മാജിക്ക് പഴം കൊണ്ടുണ്ടോ അങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ടോ? അങ്ങോട്ടൊക്കെ അത് ഒരുപാട് നിൽക്കുന്നുണ്ട്. ഇതിന്റെ ചെറിയ വിത്ത് കണ്ട കുഞ്ഞ് തൈകൾ പിടിക്കുന്നുണ്ടോ? കുഞ്ഞ് തൈകളൊക്കെ എടുത്തിട്ടും അങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ തോട്ടുവരമ്പത്തും വരമ്പത്തും ഒക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത് പിടിച്ചിരിക്കുന്നു. എന്താ ഇപ്പൊ മനസ്സിലായി? അപ്പൊ എന്താ ഇതിന്റെ പേര്? കലംപൊട്ടി, അല്ലാതെ ചങ്ങല വരട്ടി എന്നല്ല ഇതിന്റെ പേര്, കേട്ടോ. കണ്ടില്ലേ? നല്ല രസമാണ് ഇതിന്റെ പൂവ് കാണാൻ. ഇതിന്റെ പൂവ് കാണാൻ നല്ല രസമായിരിക്കും. നല്ല രസമാണ്, നല്ല ഭംഗിയുള്ള പൂവാണ്. ഇതിന്റെ ഹൈബ്രിഡ് സിസ്റ്റമാണ് നമ്മളെ വീടുകളിലൊക്കെ ഇതായിട്ട് വെച്ച് വളർത്തുന്നത്. ഇതിന്റെ വെള്ള കളറുണ്ട്, 2-3 സൈസ് കളറിലുണ്ട്. ഇതേണ്ട, ഇതിന്റെ കായ്ക്ക് ഭയങ്കര ചവച്ചരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നീല കളറായിരിക്കും. ഇതാ കണ്ടില്ലേ? എന്നാ പോവാം. അപ്പൊ ഇതേപോലെ പല ചെടികളും ഇവിടെ എല്ലാം ഉണ്ട്, പലതും ഉണ്ട്. പപ്പയ്ക്ക് അറിയാവുന്നതൊക്കെ നമുക്ക് പറഞ്ഞുതരാം.